വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരിക്കൽ ഒരു സാലിഹായ മനുഷ്യനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, കൈഫ അരിഫു അന്നി മക്തൂബും മിനൽ അസ്ഖിയാഇ ഔ മിനസ് സുഅദാഇ. ഞാൻ വിജയിയായിട്ടാണോ അല്ലെങ്കിൽ പരാജിതനായിട്ടാണോ അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം. സാലിഹായ മനുഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾ പരാജിതനാണോ അല്ല വിജയിയാണോ എന്ന് വേർതിരിച്ചറിയുന്നതിനുള്ള പ്രധാന ഘടകം നീ നിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് നിഷ്ഠയാക്കുന്നതാണ് എന്നുള്ള അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും നീ നിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ ഫഅലം അന്നക മിൻ സുഅദാഇ ദാറൈൻ, നീ ഇരുലോകത്തും വിജയികളിൽ പെട്ടവനാണ് എന്ന് നീ ഉറപ്പിച്ചുകൊള്ളുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ സാലിഹായ ആളിനോട് ചോദിച്ചു, അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിലോ മറ്റേ ഹദീസിലോ താങ്കൾക്ക് പറഞ്ഞു തരാൻ സാധ്യമാകുമോ? ആ സാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞ തെളിവ് അതിന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നുള്ള വചനം തന്നെയാണ്. കാരണം അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു ആജ്ഞാപിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ ഒരു സത്യവിശ്വാസി ഒരാൾ പങ്കാളിയാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവനെ വിജയിയായി ഗണിക്കാൻ സാധ്യമാകും. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളിൽ ഒരു പരാജിതന് ഒരിക്കലും പങ്കാളിയാകാൻ സാധ്യമാവുകയില്ല എന്നും ആ സാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. ഇത് ശ്രവിച്ച ആ ചോദ്യകർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെതായ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സലാത്ത് എപ്പോഴും പതിവാക്കുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് അമലുൻ, ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യമായ ഒരു അമലാണ്. കാരണം ലിഅന്നഹു ദിക്റുൻ തുസജ്ജിലുഹുൽ മലായിക, മലക്കുകൾ വളരെ കൃത്യമായി പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തുന്ന ഒരു അമലാണ്. എല്ലാ കർമ്മങ്ങളും മലക്കുകൾ രേഖപ്പെടുത്താറുണ്ട്. നാം നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, മറ്റ് സദഖ ചെയ്യുന്നു, മറ്റെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. എന്നാൽ സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റേത് കർമ്മങ്ങളും ബൈനൽ ഖബൂലി വദിദ്ദിഹി, അതിന് ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടേക്കാം, സ്വീകരിക്കപ്പെടാതിരിക്കാം. അതിന്റെ ഇഖ്ലാസിന്റെയും അതിൻ്റെതായ ആത്മാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും ഖദറനുസരിച്ചായിരിക്കും അതിന് സ്വീകാര്യത ഉണ്ടാകുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് അത് ഏതവസ്ഥയിൽ എങ്ങനെ ചൊല്ലിയാലും അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഒരു കവി പാടിയത്, അതിന് സ്വലാത്ത അലൻ നബി മുഹമ്മദി വഖബൂലുഹാ ഹത്മൻ ബിഗൈരി തറദ്ദുദി അഅ്മാലുനാ ബൈനൽ ഖബൂലി വദിദ്ദിഹി ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് നീ പതിവാക്കണം. കാരണം അത് സ്വീകാര്യോഗ്യമാണ് എന്ന വിഷയത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല, അതിന് യാതൊരുവിധമായ തർക്കവുമില്ല. മറ്റ് ഏത് കർമ്മങ്ങളും അഅ്മാലുനാ ബൈനൽ ഖബൂലി വദിദ്ദിഹി, സലാത്ത് അല്ലാത്ത മറ്റേത് കർമ്മങ്ങളും അതൊരു പക്ഷേ സ്വീകരിക്കപ്പെട്ടേക്കാം, സ്വീകരിക്കപ്പെടാതിരുന്നേക്കാം. ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദ്, നബി തങ്ങളുടെ മേലുള്ള സലാത്ത് ഒഴികെ തീർച്ചയായും അത് നിർബന്ധമായും അത് ഉറപ്പായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു കർമ്മമാണ്. മാത്രമല്ല, സലാത്ത് ചൊല്ലുന്നതിലൂടെ സലാത്ത് ചൊല്ലുന്ന ആൾക്ക് പ്രതിഫലം ലഭ്യമാകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും വലിയ ഗുണം, അവന്റെ പിതാവ്, ആ സലാത്ത് ചൊല്ലുന്ന ആളുടെ പിതാവിന് ോടുള്ള നന്ദിയും കടപ്പാടും ബന്ധവും അയാൾ നിലനിർത്തലാണ്. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും അലയ്യ, നിങ്ങളിൽ ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഫഇന്നൽ മലായികത യഅരിദൂന അലയ്യ സ്വലാത്തഹു, ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ ആ സ്വലാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മലക്കുകൾ പ്രത്യക്ഷപ്പെടുത്തും, വെളിവാക്കി കൊടുക്കും. ഇന്ന ആള് യഖൂലൂന, എന്നിട്ട് ആ മലക്കുകൾ പറയും, ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന നാട്ടിലെ ഇന്ന പ്രദേശത്തെ ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെ മകൻ ഇന്ന ആള് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു, ആ സ്വലാത്താണ് എന്ന് ആ രീതിയിൽ വളരെ വിശദമായി അവന്റെ പിതാവിന്റെ പേരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പ്രകടമാക്കപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് വേണ്ടി, ചൊല്ലിയ ആൾക്കും ആ പിതാവിനും വേണ്ടി യദ്ഉലഹു, നബി തങ്ങൾ ദുആ ചെയ്യുകയും യസ്തഗ്ഫിറു ലഹു, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുമെന്ന്. അതിലൂടെ നാം നമ്മുടെ പിതാവിന്റെ, നമ്മൾക്ക് ജന്മം നൽകിയ നമ്മുടെ പിതാക്കന്മാരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം അറിയിക്കുകയും നബി തങ്ങളുടെ ദുആ അവർക്കും നാം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ മാതാപിതാക്കളോടുള്ള, ആ പിതാക്കന്മാരോടുള്ളതായ ഒരു ബന്ധം നിലനിർത്തലും ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നാം ചെയ്യുന്നു. അതിലുപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു വചനം മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ എന്നാണ്. ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് അള്ളാഹു 10 കരുണ ചെയ്യും, 10 സ്വലാത്ത് അവനെ ചൊല്ലുമെന്ന്. നാം നബിയുടെ മേൽ ഒരു സ്വലാത്ത് നാം ചൊല്ലിയാൽ വാനലോകത്ത് നിന്നും അള്ളാഹുവിന്റെ മഹോന്നതനായ പടച്ചവന്റെ 10 സ്വലാത്താണ് ആ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് അള്ളാഹു ചെയ്യുന്നത്. എന്താണ് അള്ളാഹു നമുക്ക് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സനാഉഹു അലൈക ഫിൽ മലായികതി വറഹ്മത്തുൻ തഗ്ശാക, അള്ളാഹു നമ്മളെ കുറിച്ച് പ്രശംസിച്ച് മലക്കുകളുടെ അടുക്കൽ പറയും. നമ്മൾ നബിതങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പ്രശംസയോടുകൂടി മലക്കുകളുടെ അടുക്കൽ പറയുകയും റഹ്മത്തുൻ തഗ്ശാക, നമ്മളെ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൊതിയുന്ന രീതിയിലുള്ള അള്ളാഹുവിന്റെ കാരുണ്യം, നമുക്ക് റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വർഷിക്കുകയാണ് എങ്കിൽ ഫുതിഹത്ത് ലക അബ്വാബു സആദ, നമുക്ക് എല്ലാ വിജയത്തിന്റെയും കവാടം നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അദ്റക്ത ഫളിലം വ ഖൈറ, ധാരാളം നന്മകളും ശ്രേഷ്ഠതകളും നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭ്യമായി എന്നാണ് അർത്ഥം. അതിലുപരിയായിട്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അതിലൂടെ നീക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുമെന്നും എന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം റഹ്മത്ത് നിനക്ക് ലഭ്യമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ തീർച്ചയായും അള്ളാഹുവിൻ്റെതായ റഹ്മത്തിന്റെ തണലിലായി നമുക്ക് കഴിയാൻ പറ്റുന്ന അതിന് പര്യാപ്തമായ ഏറ്റവും വലിയ മഹോന്നതമായ ഉത്തമമായ ഒരു അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമാക്കുകയും പതിവാക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, തീർച്ചയായും നാം നബിതങ്ങളുടെ മേലുള്ള സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെതായ റഹ്മത്തിന്റെ പേമാരി നമ്മളിലേക്ക് വർഷിപ്പിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തോടുകൂടി നാളെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.